എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഏതൊരു PSC എക്സാമിനായാലും മാത്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്സിൽ കുറച്ച് ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ഒന്നോ രണ്ടോ ചോദിക്കാറുണ്ട്. അങ്ങനെ പ്രീവിയസ് ഇയറിലുള്ള കുറേ ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കി പഠിക്കണേ, കാരണം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12,000 രൂപ 1.5 വർഷത്തേക്ക് അർദ്ധവാർഷിക കൂട്ടുപലിശയിൽ 15,972 ആയാൽ വാർഷിക കൂട്ടുപലിശയിൽ തുക എത്ര? എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? അതായത് ആദ്യം നമുക്ക് എന്താണ് തന്നിരിക്കണേ? 12,000 രൂപ 1.5 വർഷത്തേക്ക് അർദ്ധവാർഷിക കൂട്ടുപലിശയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അർദ്ധവാർഷിക ആവുമ്പോ എന്താണ്? ഓരോ 6 മാസം കൂടുമ്പോഴും. അപ്പൊ 1.5 വർഷത്തിന് എത്ര തവണ വരും? 3 തവണ എന്ന് വരില്ലേ? 3 തവണ വരും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് 15,900 എത്രയാണ് കിട്ടിയത്? 15,972 അല്ലെ. 15,972 ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ്? 12,000. 12,000 ഇതെന്ന് പറയുന്നത് എത്രയാണ് വരിക? അതായത് ഇവിടെ ബൈ 1000 ഇവിടെ തന്നെ വരും. ഇവിടെ എങ്ങനെ വരും? 12 എത്ര പ്രാവശ്യം ഇതിൽ പോവും? ഒരു പ്രാവശ്യം. പിന്നെ 39 ആവും. അപ്പൊ 13 36. പിന്നെ 37 ആവും. 13 36. 12 ഒരു പ്രാവശ്യം. 1331 ആയില്ലേ? ഈ 1331 നിങ്ങൾക്ക് ഓർമ്മ വേണം 11 ക്യൂബാണ് എന്ന്. ഓക്കെ, 11 ബൈ അപ്പൊ എന്താണ്? 10 ഹോൾ ക്യൂബ് അല്ലേ? അപ്പൊ ഇത് അതായത് 6 മാസം കൂടുമ്പോൾ തുക 10 എന്താവും? 11 ആവും അല്ലെ. അതായത് 10% ആണ് 6 മാസത്തേക്ക് എന്താണ് പറയണത് അല്ലെ. അപ്പൊ ഇനി വാർഷികമായിട്ടാണ് വെച്ചെങ്കിലോ, അപ്പൊ അർദ്ധവാർഷികമായിട്ട് 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഷികമായിട്ട് എത്ര വരും? 20% വരും അല്ലെ. 20% 1.5 വർഷം വേണം അല്ലെ. 1.5 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ 1 വർഷവും 6 മാസവും അല്ലെ. 1 വർഷവും 6 മാസവും. അപ്പൊ ഈ 12,000 തുകയ്ക്ക് 1 വർഷം എത്ര വരും? 20% വരും അല്ലെ. 20% വരും. അപ്പൊ എത്രയാണ്? 12,000 ഇൻറ്റു 20/100. അതായത് എത്രയാണ് വരിക? 12 24 2,400 അല്ലെ. 2,400. അതായത് 12,000 2,400. അപ്പൊ 14,400 ആയില്ലേ? 14,400 ആയി. ഇനി എന്താണ്? ഇനി ഒരു 6 മാസം ഉണ്ട്. 6 മാസത്തേക്ക് അപ്പൊ എത്രയാവും? 10% ആവും അല്ലെ. 1 വർഷത്തേക്ക് 20% എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്ക് എത്രയാവും? 10% ആവും അല്ലെ. അപ്പൊ ഈ 12,000ന്റെ 10% എത്രയാണ്? 14,400ന്റെ 10% ആവും അല്ലെ. കൂട്ടുപലിശയല്ലേ. അപ്പൊ 14,400ന്റെ 10% അത് എത്രയാണ് വരിക? 1,440 എന്ന് വരും അല്ലെ. അപ്പൊ 14,440 1,440. അപ്പൊ എത്രയാണ് വരിക? 15,840. ഏതാണ് ആൻസർ നോക്കൂ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. മനസ്സിലായെന്ന് വിചാരിക്കണു. ആദ്യം നമ്മൾ എന്താ ചെയ്ത? 1.5 വർഷത്തേക്ക് അർദ്ധവാർഷികം എന്നുള്ളതാണ് പറഞ്ഞിരിക്കണേ. അപ്പൊ അർദ്ധവാർഷികം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പ്രാവശ്യമാണ് കിട്ടുക അല്ലെ. അർദ്ധവാർഷികമായിട്ട് കൂട്ടുപലിശ കിട്ടുമ്പോൾ 15,972 പറഞ്ഞു. അപ്പൊ 15,972 ഡിവൈഡഡ് ബൈ ഈ 12,000 ഞാൻ ചെയ്തു. അപ്പൊ 1,331 എന്ന് പറഞ്ഞു. അത് 11 ക്യൂബാണ്. 11/10 ഹോൾ ക്യൂബായി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വന്നു? 10 എന്നുള്ളത് 11% ആയി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ 10% ഓരോ അർദ്ധവാർഷികത്തിലും കിട്ടുന്നത്. അപ്പൊ 1 വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡബിൾ ആവില്ലേ? അത് 20% ആവില്ലേ? അപ്പൊ വാർഷികമായിട്ട് കിട്ടുമ്പോൾ 20%. പിന്നെ നമ്മൾ അർദ്ധവാർഷികത്തിലും കൂട്ടണം. അപ്പൊ നമുക്ക് 1 വർഷത്തേക്ക് 12,000ന്റെ 20% കാണുക. അപ്പൊ 14,400 കിട്ടും.
പിന്നെ എന്താണ്, പിന്നെ ഒരു 6 മാസം ഉണ്ട്, അത് സാധാരണ പലിശയില് 10% കൂട്ടുക. അപ്പൊ നമുക്ക് എന്ത് വരും, 1440 കൂടി കിട്ടും. അപ്പൊ ഈ 14,400ന്റെ കൂടെ 1440 കൂട്ടിയ 15,840. ഇത് ഡിഫിക്കൽട്ട് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. LTC അല്ല, LGS ആണോ LDC ആണോ, ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേനിന്റെ വില 15% കൂടിയാൽ ചെലവ് കൂടാതിരിക്കാൻ ഉപയോഗം എത്ര ശതമാനം കുറയ്ക്കണം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഉപയോഗം കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലെ. നമുക്ക് 15% ചെലവ് കൂടി, പക്ഷെ ചെലവ് കൂടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതായത് ഈ 15 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 15 ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് എത്ര ശതമാനം കുറയ്ക്കണം എന്ന് കിട്ടും. 15/115 ഇൻറ്റു 100. 115-ല് 5 3 5 15, ഇവിടെ 2 5 10, 15-ല് 3 5 15, 3/23 ആണോ വരാ? ഇനി എന്താ വരാ, 3/23 ഇൻറ്റു 100 അല്ലെ. അപ്പൊ എന്ത് വരും, 300/23. 23 70-ല് എത്ര പ്രാവശ്യം പോവും, 3 3 9 3 2 6 69, പിന്നെ പോയിന്റ് ഇട്ടു അല്ലെ, 13, ഏകദേശം 13% വരിക. ഓക്കെ, ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തുക സാധാരണ പലിശയിൽ 5 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു, പലിശ നിരക്ക് എത്ര? ഇങ്ങനെ 5 വർഷം ഇരട്ടിയാവുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ റേറ്റ് കണക്കാക്കാൻ നമ്മൾക്ക് എന്താ ചെയ്യുക, R = 100/, എത്ര സമയമാണോ അത്, T, അതായത് 100/, എത്ര കാലാണോ അത്. അപ്പോൾ 100/5, അത് എത്രയാണ്, 20% എന്നുള്ളതാണ് ആൻസർ വരിക. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇതെല്ലാം നമ്മൾ ഷോർട്ട് കട്ടിലാണ് പറയുന്നത്, കാരണം നമുക്ക് കൂടുതൽ സമയം ഉണ്ടാവില്ല. പിന്നെ ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണരുത്, എല്ലാം നിങ്ങൾ കണ്ടു കഴിയണം കേട്ടോ. പിന്നെ LDCക്കായാലും LGSനായാലും നമ്മുടെ പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ കോഴ്സിലോ പോയി നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ, മുന്നത്തെ 2007 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതെല്ലാം ചെയ്ത് പഠിക്കുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു മാർക്കും നമുക്ക് മാത്സ് പോവാനുണ്ടാവില്ല, അതെല്ലാം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് റാങ്കും ഉയർന്നു വരും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8% വാർഷിക കൂട്ടുപലിശയിൽ 2 വർഷത്തേക്ക് 6250 രൂപയുടെ തുക എത്ര? എങ്ങനെയാണ് കാണുക? അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലെ, 2 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 100 + 8 അല്ലേ വരിക, അത് എത്രയാണ്, 108 അല്ലേ വരിക. അപ്പൊ 108 ആവുമ്പോ നമുക്ക് 6250 ആവണം അല്ലെ. അപ്പോ 2 വർഷമാണ്. അപ്പൊ 108ന്റെ സ്ക്വയർ എത്രയാ വരിക, 10.8 P into 1 plus R/100 whole raised to n അല്ലേ വരിക, whole raised to n, അതല്ലേ നമ്മുടെ കൂട്ടുപലിശയുടെ വാക്യം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വന്നു, P എന്ന് പറയുന്നത് 6250 ആണ് അല്ലെ. 1 plus R/100 എന്ന് പറഞ്ഞാൽ 8/100, ഹോൾ റേസ് ടു n എത്രയാണ്, 2 വർഷത്തേക്കാണ് അല്ലെ. അപ്പൊ 6250 ഇൻറ്റു 108/100 ഹോൾ സ്ക്വയർ, അതായത് ഇൻറ്റു 108/100, ഇങ്ങനെയല്ലേ വരിക. അപ്പൊ ഇതിനെ നമ്മൾ ഒന്ന് ചെയ്തെടുത്ത നമുക്ക് ആൻസർ കിട്ടും. അതായത് 7290 എന്നുള്ളതാണ് ആൻസർ വരിക. ഇനി ഇങ്ങനെ കിട്ടിയില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം, 6250 ഇൻറ്റു
8/100 ആദ്യം കാണാം. അത് എത്രയാണ് വരിക? 8 5 40, 4 ഇരട്ട് 16 4 20, 2 8 48 2 50 അല്ലേ? അപ്പൊ 500 എന്നല്ലേ വരിക. അപ്പൊ ആദ്യത്തെ വർഷം 500 രൂപ കിട്ടും, പിന്നത്തെ വർഷം 500 രൂപ കിട്ടും ഇല്ലേ? അപ്പൊ നമുക്ക് 1000 രൂപ അതിൽ കിട്ടി അല്ലെ? സാധാരണ പലിശയാണ് വെച്ചെങ്കിൽ 7250 എന്ന് കിട്ടില്ലേ? ഇനി നമുക്ക് പലിശയുടെ പലിശ കിട്ടണം. അതായത് ഈ 500ന്റെ 8% കൂടിയും കിട്ടും അല്ലെ രണ്ടാമത്തെ വർഷം. അപ്പൊ എത്ര വരും? 40 രൂപയും കൂടിയും വരില്ലേ? അപ്പൊ നമുക്ക് എന്തായി? 7290 ആയില്ലേ? അപ്പൊ ഇതാണ് എളുപ്പവഴി. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് എളുപ്പവഴി. അതായത് ഇത് ചെയ്യാനാണ് നമുക്ക് കുറേ സമയമെടുക്കും. ആ സമയം എടുക്കണ്ട നമുക്ക് ഇത് ചെയ്യാൻ. കാരണം എന്താണ്? ഫസ്റ്റ് 8% എത്രയാന്ന് കിട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ ആ 2 കൊല്ലും 8% വീതം എന്തായാലും കിട്ടും അല്ലെ? പിന്നെ എന്താണ്? ഫസ്റ്റ് ഇയറിൽ കിട്ടിയതിന്റെ കൂട്ടുപലിശ, അതായത് അതിന്റെ പലിശ 500ന്റെ 8% കൂടിയും കിട്ടും. അതാണ് ഞാൻ പറഞ്ഞ 40 രൂപയും കൂടി. അപ്പൊ 7250 ആയോ? ഇങ്ങനെയാണ് എളുപ്പത്തില് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിന്റെ വില 20% കുറച്ച ശേഷം 20% കൂട്ടിയാൽ ആകെ മാറ്റം എന്ത്? ഇവിടെ നമ്മള് ഒരു വസ്തുവിന്റെ വില ആദ്യം കുറച്ചു അല്ലെ? കുറച്ചു എന്ന് പറഞ്ഞാൽ -20 എന്ന് ഇടുക. അതായത് 20 കുറയ്ക്കണേ, അപ്പൊ മൈനസ് ഇടുക. കൂട്ടി എന്ന് പറഞ്ഞാൽ പ്ലസ് ഇടുക. എന്നിട്ട് പിന്നെ മാറ്റം എന്ന് പറഞ്ഞത് എന്താണ്? ഇത് ഇൻറ്റു ഇത് ബൈ 100. ഓക്കെ, -20 ഇൻറ്റു 20 ബൈ 100. അപ്പൊ നമുക്ക് എത്രയാ വരാ? ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയില്ലേ? -20 പ്ലസ് 20 ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ നമുക്ക് ആകെ എത്രയുള്ളത്? -2 ഇൻറ്റു 2, അതായത് -4%. അതായത് 4% കുറവ്. മൈനസ് എന്ന് പറഞ്ഞാൽ കുറവ് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ 4% കുറവ്. ഇനിയിപ്പോ ഇവിടെ വേറെയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ 10% ഇവിടെ 20% കൂട്ടുകയാണ്. അപ്പൊ എങ്ങനെയാ വരിക? അതായത് 10% കുറച്ചു എന്ന് പറഞ്ഞാൽ -10 ആയി. 20% കൂട്ടി എന്ന് പറഞ്ഞാൽ +20 ആയി അല്ലെ? പിന്നെ എന്താണ്? -10 ഇൻറ്റു 20 ബൈ 100. അപ്പൊ എന്താണ് ഇവിടെ വരിക? -2 ഇവിടെ വരും. ഇവിടെ എന്ത് വരും? -10ഉം +20ഉം കൂടി കൂട്ടിയ +10 അല്ലേ വരിക? +10 -2 എന്ന് പറഞ്ഞാൽ എന്താണ്? +8. അപ്പൊ എന്താണ്? 8% വർധനവ് എന്നുള്ളതാണ്, കൂടുതൽ എന്നുള്ളതാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ തരുന്നത് അതിനെ പ്ലസും മൈനസും ആക്കി ഇടുക. എന്നിട്ട് പിന്നെ അത് രണ്ടും ഗുണിച്ച് എഴുതുക. ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നെഗറ്റീവ് ആണ് കിട്ടണമെങ്കിൽ കുറവ് എന്ന് കാണിക്കും, പോസിറ്റീവ് ആണെങ്കിൽ കൂടുതൽ എന്ന് കാണിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എയുടെ വരുമാനം ബിയേക്കാൾ 25% കൂടുതലാണ്. ബിയുടെ വരുമാനം എയേക്കാൾ എത്ര കുറവ്? എങ്ങനെയാണ് വേഗത്തിൽ കിട്ടുക? അതായത് എയുടെ വരുമാനം ബിയേക്കാൾ 25% കൂടുതൽ പറയണേ അല്ലെ? 25% കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആണ് വെച്ചെങ്കിൽ 125 ആവും എന്നാണ് പറയണത് അല്ലെ? 125 ആവും. അപ്പൊ ഇനി എന്താണ്? ബിക്ക് 100 ആണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? അപ്പൊ എക്ക് എ എന്ന് പറയണത് ബി പ്ലസ് 25% അല്ലെ? ബി. അപ്പൊ ബി എന്ന് പറയണത് എന്താണ്? ബി എന്ന് പറയണത് 100 ആണ് വെച്ചെങ്കിൽ എ എന്ന് പറയണത് 125 ആണ്. അപ്പൊ നമുക്ക് ഷോർട്ട് കട്ട് എങ്ങനെയാ വരിക? അതായത് ഇതിന്റെ ഡിഫറൻസ്, അതായത് എത്ര കൂടുതലാണ്? 25 ഡിവൈഡഡ് ബൈ എത്രയില്? 125 അല്ലെ? 125 ഇൻറ്റു 100. അപ്പൊ എത്രയാണ് വരിക? 25. 5 ആണ് 125. 100/5 എന്ന് പറയുന്നത് 20. അപ്പൊ 20% കുറവാണ് ബിയുടെ വരുമാനം എയേക്കാൾ 20% കുറവ് എന്നുള്ളതാണ് വരിക. മനസ്സിലായല്ലോ? ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 1.33 ഇൻറ്റു 1.33 പ്ലസ് 0.67 ഇൻറ്റു 0.67 പ്ലസ് 1.33 ഇൻറ്റു 0.67 ഇൻറ്റു 2
ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കരുത്. കാരണം കുറേ സമയം എടുക്കും. നിങ്ങളുടെ ബാക്കി ക്വസ്റ്റ്യനിന്റെ സമയം മുഴുവൻ ഇതെടുക്കും. ഇത് എന്താണ് നോക്കൂ. ഇതിന് എ കൊടുത്താൽ ഇത് എ ഇൻറ്റു എ അല്ലേ, അതായത് എ സ്ക്വയർ അല്ലേ. ഇനി ഇവിടെ ബി കൊടുത്താൽ ഇത് എന്താണ്, ബി ഇൻറ്റു ബി ആണ്, ബി സ്ക്വയർ അല്ലേ. ഇനി ഇതിന് എ ആണ്, ഇത് ബി ആണ്, ഇത് രണ്ടും ഉണ്ട്, 2 ഇൻറ്റു എ ബി ആണ് അല്ലെ. അപ്പൊ ഇത് ഏത് ഫോമാണ് നോക്കൂ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 എ ബി എന്നുള്ള ഫോം അല്ലേ. അതിനെ നമുക്ക് എന്ത് എഴുതാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഇവിടെ എന്താ വരിക, 1.33 പ്ലസ് 0.67 ഹോൾ സ്ക്വയർ, ഇങ്ങനെയല്ലേ വരിക. 1.33 0.67 കൂടി കൂട്ടി എത്രയാവും, 2 ആവും അല്ലെ. 2 സ്ക്വയർ എത്രയാ വരിക, 4. ഏതാണ് ആൻസർ, ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10% കിഴിവിന് ശേഷം 18% GST ചേർത്താൽ 2000 രൂപയുടെ വസ്തുവിന് എത്ര നൽകണം. 10% കിഴിവ് അല്ലെ, 10% കിഴിവ് നൽകി, പിന്നെന്താണ് GST അല്ലെ 18%. അപ്പോ എന്താണ് ചെയ്യണത്, അപ്പൊ നമ്മൾ ആദ്യം എന്താണ്, കിഴിവ് എത്രയാണെന്ന് നോക്കുക. 2000 രൂപയുടെ 10% കിഴിവാണ്. അപ്പൊ 2000ത്തിന്റെ 10% എത്രയാണ് വരിക, 10% എന്ന് പറയുന്നത് 200 രൂപ. 200 രൂപ കിഴിവ് എന്ന് പറഞ്ഞാൽ 2000 മൈനസ് 200 അല്ലെ, അതായത് 1800 രൂപയാണ് സാധനത്തിന്റെ വില അല്ലെ. പിന്നെ അതുമ്മയാണ് ഇനി GST പറയണത്. GST ചേർക്കണം, അത് 18%. അപ്പൊ 1800ന്റെ 18% ചേർക്കണം അല്ലെ. 18 എത്രയാണ്, 324. അറിയില്ലാച്ചെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാ, 18 ഇൻറ്റു 10 പ്ലസ് 8 ഇങ്ങനെ ആയാലും ചെയ്താൽ മതി. 180 പ്ലസ് 8 64, 6 1 8 6 14, ഇങ്ങനെയല്ലേ വരിക. 4 12 324, കണ്ടോ 324 ആണ്. അപ്പൊ GST 324 കൂടി കൂട്ടണം ഈ 1800 കൂടെ അല്ലെ. 1800 കൂടെ ഈ GST കൂടിയും കിട്ടിയാൽ അല്ലേ നമുക്ക് സാധനം കിട്ടുള്ളൂ. അപ്പൊ എത്രയാണ്, 4 2 1 2 2 1 2 4 2124 എന്നുള്ളതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 40% 72 ആയാൽ ആ സംഖ്യയുടെ 60% എത്ര. ഒരു സംഖ്യ x എന്ന് വിചാരിച്ചോളൂ. ആ എക്സിന്റെ 40% എന്ന് പറഞ്ഞാൽ എന്താണ്, 40/100, അതാണ് 72 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ x എന്നിങ്ങനെ കണ്ടുപിടിക്കാം. 72 ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താ വരും, 72 ഇൻറ്റു 100/40 എന്ന് വരില്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കണേ, ആ സംഖ്യ അതായത് ഈ എക്സ് അതിന്റെ 60% കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ 60%, അപ്പൊ എന്താണ് എക്സ് ഇൻറ്റു 60/100 അല്ലേ കണ്ടത്, അതായത് ഇത് ഇൻറ്റു 60/100 അല്ലെ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഒന്നും കട്ട് ചെയ്യാണ്ട് ഇട്ടേക്കണേ, ഇതിപ്പോ ക്യാൻസൽ ചെയ്ത് പോവും കണ്ടോ. അപ്പൊ പിന്നെ വേഗത്തില് നമുക്ക് ആൻസർ കിട്ടും. 4 1 4 32, 4 32, 18 ഇൻറ്റു 6 6 48, 4 100 108. അപ്പൊ എന്താണ് ആൻസർ, 108 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത് കേട്ടോ. അല്ല എങ്കിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം വേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. √100 പ്ലസ് √49 എങ്ങനെയാണ് ചെയ്യാ. √100നെ എന്താണ്, 10 സ്ക്വയർ അല്ലേ 100, അപ്പൊ 10 അല്ലേ. ഇവിടെ എന്താണ് 7 സ്ക്വയർ ആണ് 49, അപ്പൊ 7 അല്ലേ. അപ്പൊ 10ഉം 7ഉം കൂടി കൂട്ടി എത്രയാണ്, 17. അപ്പൊ ഏതാണ് ആൻസർ, ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A/B = 2:3, B/C = 4:5 ആയാൽ A/C എത്ര.
ഇതൊന്ന് നമുക്ക് വേഗത്തിൽ എഴുതാൻ പറ്റില്ല. 2:5 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഈ ബിയും സെയിം ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ബിയുടെ സ്ഥാനത്ത് 3യും ഇവിടെ ബിയുടെ സ്ഥാനത്ത് 4ഉം ആണ്. അപ്പൊ ഇത് സെയിം ആക്കണം വെച്ചെങ്കിൽ ഇതിന്റെ LCM എന്താണ്? 3 × 4 ആണ്, 12 ആണ്. അപ്പൊ ഇവിടെ 12 ആവണം വെച്ചെങ്കിൽ × 4 ചെയ്യണം. അപ്പൊ ഇവിടെയും × 4 ചെയ്യാം. ഇവിടെ 12 ആവാൻ 4 × 3 ചെയ്യണം. ഇവിടെയും × 3 ചെയ്യാം. അപ്പൊ ഇവിടെ എന്തായി? 8:12. ഇവിടെ എന്തായി? 12:15. ഇനി നമുക്ക് ഇവിടെ 12ഉം ഇവിടെ 12ഉം കിട്ടി. അപ്പൊ നമുക്ക് A:C എങ്ങനെ എഴുതാം? 8:15 എന്ന് എഴുതാം. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതല്ലേ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 സംഖ്യകളുടെ ശരാശരി 27. ഒരെണ്ണം ഒഴിവാക്കിയപ്പോൾ ശരാശരി 25 ഒഴിവാക്കിയ സംഖ്യ ഏത്? അതായത് 5 സംഖ്യകളുടെ ശരാശരിയാണ് 27 അല്ലെ? അപ്പൊ ടോട്ടൽ എത്രയാണ്? 27 × 5 അല്ലെ? 7 × 5 35, 3 2 10 3 13 അല്ലെ? 135 ആണ് അപ്പൊ ആകെ. ഇനി ഒരെണ്ണം ഒഴിവാക്കി എന്ന് പറഞ്ഞ ഇത് 26 അല്ലെ? അപ്പൊ ശരാശരി എത്രയായി? സോറി, ഒരെണ്ണം ഒഴിവാക്കി എന്ന് പറഞ്ഞ 5 സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു, 4 എണ്ണായി അല്ലെ? ശരാശരി അപ്പൊ എത്രയായി? 25 അല്ലെ? അപ്പൊ 4 × 25 അല്ലേ വരിക? അതെത്രയാണ്? 100 എന്ന് വന്നു. അപ്പൊ ഒഴിവാക്കിയ സംഖ്യ എങ്ങനെ കിട്ടുക? ഇത് മൈനസ് ചെയ്താൽ മതി. 135 - 100 എത്രയാണ്? 35 എന്ന് വരും. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. %20 ലാഭത്തിൽ 360 രൂപയ്ക്ക് വിറ്റ വസ്തുവിന്റെ വാങ്ങിയ വില എത്ര? വാങ്ങിയ വിലയുടെ 20% ലാഭം എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയുടെ 120%-നല്ലേ വിറ്റുണ്ടാവുക. അതെന്ന് പറയണത് 360 ആണെന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ X ആണ് വാങ്ങിയ വില എങ്കിൽ Xന്റെ 120% 360. അപ്പൊ X എങ്ങനെ കണ്ടുപിടിക്കുക? 360 × 100/120 അല്ലെ? അപ്പൊ എത്രയാണ്? 13 ആണ് 36. അപ്പൊ എന്താണ്? 300 എന്നുള്ളതാണ് വാങ്ങിയ വില. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ABC എന്നിവർ 12000 × 12 16,000 × 8 20,000 × 6 എന്ന അനുപാതത്തിൽ നിക്ഷേപിച്ചു. ലാഭം 8800 ആയാൽ സിയുടെ വിഹിതം എന്ത്? എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അതായത് ഇവിടെ എത്രയാണ് അനുപാതം പറയണേ നോക്കൂ. ഇതിന് അനുപാതം അതായത് റേഷ്യോ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ 12 144 16 × 8 എത്രയാണ്? 8 48 4 12 128 അല്ലെ? പിന്നെ എന്താണ്? 6 12 അപ്പൊ 120 അല്ലെ? ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇതാക്കി എടുക്കാം. എങ്ങനെയാണ്? ഇതില് എല്ലാത്തിലും പോണതുണ്ടോ നോക്കൂ. LCM ഏതാ വരിക? എല്ലാത്തിലും പോണത് ഏതാണ് വെച്ചെങ്കിൽ അതൊന്ന് നമുക്ക് ചെറുതാക്കി എടുക്കാം. എങ്ങനെയാണ്? ഇതിനെ 12 × 12 എന്നല്ലേ ആക്കിയത്? അപ്പൊ 2 പോവും അല്ലെ? 72. ഇവിടെ 64. ഇവിടെ എന്താവും? 60. ഇനിയും ഒന്നും കൂടി ചെയ്യാം അല്ലെ? ഇനി എങ്ങനെ ചെയ്യാം? 36. പിന്നെ എന്താണ്? ഇവിടെ ഒന്നും കൂടി ചെയ്യാം. 32. ഇവിടെ എന്താണ്? 30. ഇനിയും ഒന്നും കൂടി ചെയ്യാം. 18. എന്താണ്? 2 16 15 18:16:15 അല്ലെ? 18:16:15. അപ്പൊ ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ലാഭം തന്നുണ്ട് അല്ലെ?
ലാഭം എന്ന് പറയുന്നത് 8800 ആയാൽ സിയുടെ വിഹിതമാണ് ചോദിച്ചിരിക്കണേ. സി എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെയാണ് അല്ലെ, 15 എത്രയല്ലേ? ഇതിന് എല്ലാം കൂടി കൂട്ടിയാൽ എത്രയാവും? 6 5 11 8 19 1 49 അല്ലെ. 15/49 അല്ലേ സിക്ക് കിട്ടുക. അപ്പൊ ഏതിന്റെ? അതായത് ലാഭത്തിന്റെ 15/49%. എത്ര? 49 എത്രയാന്ന് നോക്കിയാൽ മതിയില്ലേ? ഇൻറ്റു 8800. ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ഇവിടെ എത്ര വരും? 8800 15/49 അല്ലെ. 7 അല്ലേ പോവാ? 7 7 49. ഇവിടെ പോവോ നോക്കി നോക്കൂ. 1 7 7 18 7 14 പിന്നെന്താണ് 14. അപ്പൊ 40. 40 7 35 50 ശരിക്കും പോവില്ലല്ലോ. 1 മിനിറ്റ്. പോവില്ല. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. കറക്റ്റ് ആൻസർ ഇതിലില്ല. 15/200 എത്രയാണ്? 15/49 ഇൻറ്റു 8800. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 30 ലിറ്റർ മിശ്രിതത്തിൽ പാലും വെള്ളവും 7:3 എന്ന അനുപാതത്തിലാണ്. എത്ര ലിറ്റർ വെള്ളം ചേർത്താൽ അനുപാതം 7:5 ആവും? അല്ലെ, 7:3 എന്നുള്ളത് 7:5 എന്നാവണം എന്നാണ് പറയണത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആൻസർ കണ്ടെത്താൻ സാധിക്കുക? ഒന്ന് നിങ്ങൾ നോക്കി നോക്കൂ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്നൊന്ന് നോക്കൂ കേട്ടോ. കാരണം എന്താണ്, നമ്മളെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യാൻ നോക്കില്ല, അത് കാരണമാണ് പറയണേ. അപ്പൊ എന്താണ്, പാല് എന്ന് പറയണത് എത്ര ലിറ്റർ ആണെന്ന് നോക്കൂ. 7/10 ഭാഗമാണ് അല്ലെ. 30ന്റെ 7/10 ഭാഗല്ലേ എന്ത് പാല് എന്ന് പറയണത്. കാരണം 7:3 ആണ്. അപ്പൊ ആകെയുള്ള ഭാഗങ്ങള് 7ഉം 3ഉം കൂടിയ 10. അതിന്റെ 7 ഭാഗമാണ്, അതായത് 7/10 ആണ് 30 ലിറ്ററിന്റെ നമ്മുടെ പാല് എന്ന് പറയണത്. അപ്പൊ എത്രയാണ്? 21 ലിറ്റർ ആണ് പാലുള്ളത് അല്ലെ. പാല് 21 ലിറ്റർ ആണ്. ആ പാല് മാറണില്ല അല്ലെ. ഇനി പുതിയ അനുപാതം എന്താക്കണം? 7:5 ആകണം അല്ലെ. 7:5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 7 ഭാഗം 21 ലിറ്റർ ആവണം. അങ്ങനെയാവുമ്പോ 7 × 3 അല്ലേ 21. അപ്പൊ ഇവിടെയും 5 × 3 അല്ലേ വേണ്ടത്. അപ്പോ 15 വെള്ളാവണം അല്ലെ. 15 വെള്ളാവണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, ഇവിടെ എത്ര വെള്ളം ഉണ്ട് ശരിക്ക്? 30ന്റെ 3/10 അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 9 ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി എത്ര കൂടുതൽ വേണം? 6ഉം കൂടിയും കൂടുതൽ വേണം. 9 6 അല്ലേ 15. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ വരിക? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. എന്താ ചെയ്യണം നമ്മള്? കാരണം പാല് നമ്മൾ മാറണില്ല, പാലില് വെള്ളം കൂടുതലായി ചേർത്തിട്ട് അനുപാതം മാറ്റുകയാണ് ചെയ്യണത്. അപ്പൊ പാലിന്റെ അനുപാതം എന്ന് പറയുന്നത് ഈ എത്ര ലിറ്റർ ഉണ്ടോ അത് മാത്രം തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ആ അനുപാതം 7:5 ആക്കണം വെച്ചെങ്കിൽ നമുക്ക് എന്ത് വേണം? 7 അനുപാതം വരണമെച്ചെങ്കിൽ ഇവിടെ 21 ലിറ്റർ ആവണമെച്ചെങ്കിൽ 7 × 3 അല്ലേ. അപ്പൊ ഇവിടെയും 5 × 3 ആവുമ്പോ 15 ലിറ്റർ ആവണം അല്ലെ. അപ്പൊ വെള്ളം 15 ലിറ്റർ ആവണം. പക്ഷെ ഇവിടെ എത്ര ലിറ്ററേ വെള്ളം ഉള്ളൂ? 30 × 3/10 ഉള്ളൂ. അതായത് 30 × 3/10 എന്ന് പറഞ്ഞാൽ 9 ലിറ്ററേ വെള്ളം ഉള്ളൂ. അപ്പൊ കൂടുതലായി ചേർക്കേണ്ടതാണ് ചോദിക്കുന്നത്. അപ്പൊ 9 × 15 ആവാൻ എത്ര വേണം? 9 + 6 = 15 അല്ലെ. അപ്പൊ 6. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.